ഇത് നോക്കിയേ ഓവർ ബ്രിഡ്ജിൻ്റെ അടിഭാഗാട്ടാ കളർഫുൾ പരിപാടിയായിട്ട് നോക്കി ആദ്യ രസമായിട്ട് കളറുകൾ മാറണം നോക്കിക്കോട്ടെ ഇനി ഫുള്ളിന് കളറുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണണേ ശരിക്കും. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഉറങ്ങി എനിട്ടുള്ള കുറച്ച് നേരം വഴുകി, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഇന്ന് പ്രത്യേകിച്ച് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ എന്തായാലും ഇന്നലെ വയ്യാത്ത കാരണം ഇവിടെ റൂം എടുത്ത് മറ്റൊരു ബാബുരാജ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ റൂം എടുത്തെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും റൂം എടുത്ത് ഒന്ന് റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഇവിടെ അടുത്തൊരു ഡോക്ടറുടെ ഇതുണ്ട്, ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ പോയി ഡോക്ടറെ കാണിക്കാൻ പോയിട്ട് വരാം. ഓക്കെ, കണ്ടില്ലേ തടിയൊക്കെ കുറഞ്ഞ് ഉണ്ട പരിവായിൻ്റെ. ഹായ് ഹായ് ഹായ്. എന്നിട്ട് നേരെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് വന്നത് നോക്കും. തൊട്ടപ്പുറത്ത് തന്നെ ഇവരോട് കാര്യം പറഞ്ഞു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇവിടെ ഒന്ന് കാണിച്ചു പറഞ്ഞു. വേണ്ട, ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് വന്ന് കാണിച്ചത്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആധാർ കാർഡും 10 രൂപയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോക്കൺ തരും. നല്ല തിരക്കുണ്ട് കേട്ടോ, ഗംഭീര തിരക്കാണ്. ഇത് സിറ്റിയിലുള്ളതല്ലേ. അങ്ങനെ പോയി ഡോക്ടറുണ്ട് കാര്യം പറഞ്ഞപ്പോൾ വേറൊരു കൗണ്ടറിലേക്ക് എഴുതി തരും. അവിടുന്ന് മെഡിസിൻ എഴുതി തരും. കൊണ്ടുപോയി മെഡിസിൻ വാങ്ങും. മെഡിസിനൊക്കെ ഫ്രീ ആട്ടാ. ഒരു കുന്ന് മരുന്ന് തന്നിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ വയ്യാണ്ടായി. കഫം വന്നു തുടങ്ങിയിപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ മരുന്ന് കഴിക്കാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമായാലോ എന്ന് വിചാരിച്ചിട്ട് അത് കാരണം ഒന്നും കൂടി കൊണ്ട് പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ കാണിച്ച് സെറ്റായി. ഇപ്പോൾ ഇനി പോയിട്ട് റൂമിൽ പോണേക്കാൾ മുന്നോട് അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ പറ്റുമെങ്കിൽ അതും കൂടി കണ്ടിട്ട് ഇറങ്ങാൻ വിചാരിച്ചിട്ടാണ് നിൽക്കണം. അപ്പോൾ അങ്ങനെയാണ് പരിപാടി. ഇപ്പോൾ ജയ്പൂർ സിറ്റിയിലുള്ള തന്നെ കിടന്ന് കളിക്കാൻ ഇപ്പോൾ കിടന്നിട്ട് നോക്കി റൗണ്ട് ആവട്ടിൻ്റെ ഉള്ളൊരു അമ്പലമൊക്കെ അവിടെ. ഇതാണ് ജയ്പൂരിലെ പിങ്ക് സിറ്റി എന്ന് അറിയപ്പെടുന്നത്. പിങ്ക് എന്ന് പറഞ്ഞാൽ പിങ്ക് ഒന്നല്ല, പിങ്ക് തന്നെയല്ലേ. ഓ, നല്ല ബ്ലോക്കായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിടക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ല ഇവിടുത്തെ കളറുകൾ കണ്ടില്ല എല്ലാത്തിൻ്റെയും. ഫുള്ള് ഇവിടുന്ന് ആറ്റം വരെ അങ്ങനത്തെ കളറൊക്കെയാന്ന് പറഞ്ഞു വിടുന്നു ഞാൻ. ഇവിടെ ഇങ്ങനത്തെ ഫുള്ള് ഓട്ടോറിക്ഷകൾ ഇങ്ങനത്തെ കേട്ടോ. യാതൊരു രസമാണ്. ആൾക്കാർക്ക് സുഖമാണ്, 4 ആൾക്കാർക്ക് സുഖമായിട്ടിരുന്ന് പോയില്ലേ. ഇത് കണ്ടില്ലേ ബിൽഡിങ്ങുകൾ മൊത്തം ഈ കളറാട്ടാ. എത്ര ദൂരം ഉണ്ടാണോ ഇതിങ്ങനെ. മുളക് കച്ചവടം ചോദിച്ചാൽ നോക്കി എന്തോരം മുളക് അവിടെ മുളക് മാത്രം മെയിനാണ്. അതുകൊണ്ട് എല്ലായിടത്തും മുളക് നന്നായിട്ട് കച്ചവടം ചോദിച്ചിട്ട് കേട്ടോ. ഓ, മുളകിൻ്റെ കുത്ത് മോത്തേക്ക് നന്നായിട്ട് അടിക്കുന്നുണ്ട്. അത് നമ്മൾ മില്ല് കയറിയിട്ട് മുളക് പൊടിപ്പിക്കുമ്പോൾ അടിക്കില്ല. അതേപോലെ വരണേ തുമ്മാ വരണ പോലെ. എല്ലാത്തിൻ്റെ മുകളിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഷോപ്പുകളുടെ പേരാണെന്നുണ്ടല്ലേ. കുറേ ദൂരം തന്നെയാവുന്നുണ്ട് കേട്ടോ. നോക്കിയോക്കാം നമുക്ക്. ഇവിടെ ഭയങ്കര തിരക്കാട്ടെ ഈ റോഡ്. രാവിലെ ഇപ്പോൾ എത്ര 11 മണി ആറായില്ല. ഈ നേരമായിട്ട് ഇമാതിരി ഇതുണ്ട്. ഫുള്ള് ബിൽഡിങ് വേറെ ഒറ്റ കളറില്ല കേട്ടോ. ഒക്കെ ഈ കളറാ. പിങ്ക് സിറ്റി എന്ന് പറയുന്നത് വെറുതെ അല്ല. കണ്ടില്ലേ ഏകദേശം അവിടുന്ന് 1 കിലോമീറ്റർ അതിൻ്റെ ആവില്ല. എത്ര ദൂരം ഉണ്ടാണോ ഇങ്ങനെ. ഉള്ളിക്ക് വേറെ കളറാട്ടോ, പുറത്ത് മാത്രം ഈ കളറല്ലോ. വേറെ ഏതെങ്കിലും കളർ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കാം. എന്താ അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ റോഡിൻ്റെ ഇടയിൽ. നോക്കി നടുക്കിലൊക്കെ ആയിട്ട് 2 മന്ദിരങ്ങളുണ്ട്.
എന്തൊരു സാധനം കാണാണ്ടല്ലോ, എന്തിട്ടാണാവോ? പിങ്ക് സിറ്റി എന്തായാലും കളറായിട്ടാ. വൈകുന്നേരം വരുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി രസമാവുള്ളൂ. ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഇവിടെ മോളില്. ഫുള്ള് പിങ്കാട്ടോ, അതുവരെ മാറിയില്ല. നോക്കി ശരിക്കും പിങ്ക് സിറ്റി എന്ന് പറഞ്ഞൊരു സിറ്റിയുടെ ഉള്ളത്തെ മെയിൻ ഭാഗം ഞാൻ കൊണ്ടിട്ടത്. അവിടെ ഫ്രണ്ടിൽ കാണാൻ എന്നിട്ടാണോ സാധനം ഗംഗോരി ബസാർ. നല്ല ഭാഗത്തെയും പിങ്ക് കളറിനാണ് നോക്കി കഴിഞ്ഞിട്ട് ഇതൊരു റൗണ്ട് അബൌട്ട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. നല്ല തിരക്കുള്ള സിറ്റി എന്ന് പറയും. അങ്ങനെയാണ് പിങ്ക് സിറ്റി. കൊള്ളാം. നട്ടുച്ച നേരത്തൊന്നും ഇവിടേക്ക് വരാൻ പാടില്ല. നല്ല വെയിലില്ലാത്ത നേരത്തില്ല, നേരത്തൊക്കെ വരണം. അപ്പോൾ രസമായി. തിരക്കവിടെ ഗംഭീര തിരക്കണ്ടാ. ഇതാണ് മറ്റേ സാധനം. എന്നിട്ട് इधर मक्कला है संभव भाई। ये क्या है? ये नाम क्या है? हवा महल है। हवा महल, हवा महल। हाँ इधर हवा महल। इसके अंदर चलेगा, एंट्रेंस किधर है? हाँ इधर हवा महल. ഇതിൻ്റെ ഉള്ളിലേക്ക് അവിടെ നിന്ന് എൻട്രൻസ് ഉണ്ടെന്ന് പറഞ്ഞത്. ഇത് അപ്പുറത്ത് വേറെ എന്തൊക്കെ ഉണ്ട്. അവിടെ കുറേ ഫോറിനേഴ്സൊക്കെ വന്നൊരു ഫോട്ടോ എടുക്കുന്ന നേരെ ഇതിൻ്റെ ഫ്രണ്ട് കയറി കണ്ടില്ലേ. ഇതവിടെ ഫേമസ് ആവുന്നുണ്ട് കേട്ടത് സംഭവം. അങ്ങനെ ഹവാ മഹൽ എത്തി. അങ്ങനെ ഹവാ മഹൽ. ഇതിൻ്റെ കൂടുതൽ ആൾക്കാർ ഫോട്ടോ എടുക്കണത് ഇവിടെ വന്നിട്ടാട്ടോ. ഇത് ഞാനും കണ്ടിട്ടുള്ളൂ, അല്ലാണ്ട് ഞാൻ വേറെ കണ്ടിട്ടില്ല. കിടപ്പനായിട്ടില്ല സംഭവം. അങ്ങനെ ഇനി ഇവിടുന്ന് എൻട്രൻസ് സൈക്കിളോടെ വെച്ചിട്ട് ഇവരോട് കടക്കാർ പറഞ്ഞു പൂട്ടിക്കൊന്നും വേണ്ട പറഞ്ഞുള്ളൂ അവിടെ. ഹവാ മഹൽ. അങ്ങനെ വേ ടു ഹവാ മഹലിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറാം. എത്ര ടിക്കറ്റിൻ്റെ പൈസ ഒന്നും അറിയില്ല. ഫുൾ ഫോറിനേഴ്സാണ് ഇവിടെ നോക്കിയത്. ഇതാണ് എൻട്രൻസ് ഗേറ്റ്. ഓ തണലത്ത് എത്തിപ്പിന്നെ സമാധാനമായി. അമ്പോ ഇതിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ നോക്കി നല്ല സെൻ്ററല്ലേ. പണ്ടത്തെ അല്ല ഞാൻ എന്നിട്ട് പറയണല്ലേ. പണ്ടത്തെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പണ്ടത്തെ ഒരു ഫീൽ നോക്ക്. കണ്ടിട്ട് വരാമോ നടന്നിട്ട്. ഹവാ മഹലിനെ കുറിച്ചിട്ടുള്ള മൊത്തം കാര്യങ്ങൾ ഇതിലുണ്ട്. ഇങ്ങനെ ആ മഹലിൻ്റെ അവിടെ നിന്ന് എൻട്രൻസ് കയറി കഴിഞ്ഞാലുള്ളത് ഇങ്ങനെയാണ്. എൻട്രൻസ് अरे भागना यार। मम्मी अभी खाना लेना चाहिए।
രസമൊക്കെ ഉണ്ട്. എന്തെല്ലാവരും ഇത് ഇവിടെ തുടങ്ങണേ? ഇവിടെ വല്ലതും ഉണ്ടോ? ഇവിടെ ഒന്നുമില്ലല്ലോ. ഇതാണ് ഹവാ മഹൽ. ഹവാ ഹവാ വെള്ളം ചോർന്നൊക്കെയുണ്ട്. ഇതിലൊക്കെ എന്നിട്ട് ബട്ടർ മിൽക്ക് കേക്ക്. ഇത് നല്ല സൈഡില്ലേ കളറ് നോക്കി. ഉള്ളിൽ നിന്ന് കയറാൻ പറ്റുകയാണോ? അതോ ഹായ് ഇത് കളർഫുള്ളായിട്ട് കണ്ട. ഈ സാധനം നല്ല സൈഡിൽ പുറത്തേക്ക് നോക്കുമ്പോൾ. ഹലോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ് നമ്മൾ നേരത്തെ പോയിട്ട് ഫോട്ടോ വീഡിയോ എടുത്തത്. അത് നല്ല രസം ഉണ്ടാവുന്നു. നമുക്ക് ആദ്യം അടിയിലൊന്ന് കിടന്ന് കറങ്ങി നോക്കാം. ഇത് കണ്ട ഇത് നല്ല സൈഡിൽ അവരുടെ എന്തോ ഇതൊക്കെയാണ്. ഇവിടെ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല സൈഡ് കിട്ടാം. ധാരാളം ഒലിച്ചിരിക്കണേ. വെള്ളത്തിരെ പോലെ ഒലിച്ചിരിക്കും. പിന്നെ ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് എത്തി. നേരത്തെ നമ്മൾ നേരത്തെ ഫോട്ടോ എടുത്താലോ? അപ്പൻ്റെ മുകളിലുണ്ട്. ബ്ലോഗർ नहीं ट्रैवलर है. ऑल इंडिया साइकिल में ऑल इंडिया साइकिल ट्रैवलर है. ഇവിടെ അടിയിൽ തരണുള്ളതുകൊണ്ട് കേട്ടോ. വേ ടു എക്സിറ്റ് ആണ്. ഇത് എക്സിറ്റിൽ പോകണ്ട. ഈ വെള്ളച്ചൂട്ട് നോക്കി നല്ല പടം തുടങ്ങിയിട്ടില്ല. വെള്ളം മോളിക്ക് നമുക്ക് ആദ്യം മോളിക്ക് പോയിട്ട് വരാം. മുകളിൽ നല്ല വെയിലാണ്. നല്ല കുഴപ്പമില്ല. മോളിക്ക് കയറാനുള്ള വഴി ഇവിടെ എവിടെയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. വേ ടു എക്സിറ്റ്. എൻട്രൻസ് എവിടെയാ? അവിടെ പാട്ടൊക്കെ പാടുന്നുണ്ട്. വലിയ മുറുക്കി തുപ്പലുണ്ടല്ലോ. അതൊന്നും സഹിക്കാനുണ്ടോ? ഒരു കുത്തനുള്ള കയറ്റാറത്. ഇത് പാവക്കൂത്തൊക്കെ ഉണ്ടാ. പാവക്കൂത്തില്ലേ? ഇവരുടെ പാവക്കൂത്തുകൾ പരിപാടിയൊക്കെയാണ്. നോക്കി നോക്കാം, കാണാൻ പറ്റുമെന്ന്. ഇവിടെ വേറെ എന്തല്ല നോക്കി നോക്കാം. ഈ സംഭവം നല്ല സൈൻസ്. ചുവപ്പ് കളറുള്ളത്, ചുവപ്പ് നീല പച്ചയും മഞ്ഞൊക്കെ ആയിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഇനിയുണ്ട്. ഇവിടെ എന്താന്ന് നോക്കി നോക്കാൻ പോയിട്ട്. ഇവിടേക്ക് എന്തിട്ടാണോ? ഇവിടേക്കൊന്നും ആരും വരാറില്ല. ഞാൻ മാത്രം വന്നിട്ടുള്ളൂ ഇവിടെ. ഇതിനുള്ളിലേക്ക് വരുമ്പോൾ പേടിയാവണു. ഇത് ആരും കടക്കാത്ത വഴിക്ക് ഞാൻ കടന്നു കൊണ്ടിട്ട് ഒരു സംശയമുണ്ട്. ഇത് ഞാൻ വേറെ എവിടേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ഇവിടുന്ന് പോവുക, അല്ലെങ്കിൽ ഞാൻ മൊത്തം വഴി തെറ്റി പൊട്ടനാവും. വഴി തെറ്റി ചെറുതായിട്ടൊന്ന്. അങ്ങനെ ഇതിനുള്ളിൽ ഇതിലേക്ക് കടക്കാൻ പാടില്ലാത്ത വഴിയാകുന്നുണ്ട് കേട്ടോ. മണ്ടം പോലീസുകാർ ഇവിടെ തുറന്നിട്ട് പോയിരിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിട്ടാ? ഇതൊക്കെ അടച്ചിട്ട് കൊടുക്കുക. നല്ല വെയിലുണ്ട് കേട്ടാ. അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് വരെ പോകാൻ പറ്റുന്ന തോന്നല്ല. അതാണ് സത്യം. അപ്പം നമ്മൾ മുകളിലേക്ക് പോകാനുള്ള പരിപാടികൾ നോക്കണം. പാവക്കൂത്ത് പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല. നമ്മളിവിടുന്ന് നേരെ അപ്പുറത്തേക്ക് കടന്ന് നോക്കാം. ജയ്പൂർ സത്യം പറഞ്ഞില്ല. ജയ്പൂരിൽ രാജസ്ഥാനിൽ സത്യം പറഞ്ഞില്ലേ കുറേ കാണാനൊക്കെ ഉണ്ട്. കണ്ടമാനോ ഇത് തുടങ്ങാറായാണോ? Puppet show, they give you 2 minutes. This Rajasthan is a very famous puppet show. Only 2 minutes. This no charging, no ticket. Okay. Coming now, they start my show. Sitting. No. No problem. Shoot. No problem. No. Idhar nahi. Most welcome. Are you puppet show?
Only 2 minutes my show now they start. ഓക്കെ बेस बेस मेरा बेस ही तो रिस्पेक्ट करना है बेटा बेस Before them, no movie, no theater, only my puppet show. Namaste. Welcome. थोड़ा साइड दे दो मैं Next one, Indian Michael Jackson. सभी लोग अपनी खुशी से नाम वगैरह लेके जाइए। देखो कोई सैलरी को तनख्वाह मिलती, आप लोग दे दो वही सैलरी तनख्वाह। आप फर्स्ट तुम लोग 5 आर्टिस्ट ആദ്യം പറഞ്ഞു ओके ആ മനസ്സിലായി ആദ്യം അവൻ കാശൊന്നും വേണ്ടെന്ന് പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറയാ എന്തായാലും പേ ചെയ്യുന്നൊക്കെ ഉഡായിപ്പ് റെഡി തന്നെ കാശൊന്നും വേണ്ട വേണ്ട നമ്മൾ എത്ര കണ്ടതാണ് ഓക്കെ ആ ഓക്കെ നമുക്ക് അറിഞ്ഞൂടത് ആദ്യം കാശൊന്നും വേണ്ട ഫ്രീ ആന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചെന്താ എന്നിട്ട് കഴിഞ്ഞപ്പോഴേ കാശ് വേണമെന്ന് നടന്ന തന്നെ എന്താ അതിന് മേലെ ആദ്യം കാശ് തരാന്ന് പറഞ്ഞ് പിന്നെയും കുഴപ്പമില്ല പോവാണ്ടിരിക്കുകയായിരുന്നു ഓ എന്ത് വെയിലോടെ ഇതൊക്കെ നോക്കിയാൽ റസില്ലേ എന്ത് ഇവിടെ സംഭവം ഉണ്ട് കേട്ടോ എന്നെ വിളിക്കുന്നത് കൂളർ കുപ്പി നോക്ക് ഇവിടെ തന്നെ പ്രശ്നം എല്ലായിടത്തും വേസ്റ്റ് തുറന്നിട്ടുണ്ടാവും എന്നാൽ അതിൻ്റെ ഏറ്റവും മുകളിൽ വരെ പോയി അങ്ങനെ ഇനി ഇതിൻ്റെ മോളിക്കുണ്ട് ഇതിൻ്റെ മോളിക്ക് കൂടി കയറി നോക്കി നോക്കാം എന്തായാലും വന്നല്ലേ ഹായ് ഇതുള്ള സൈഡില് പുറകേറ്റുണ്ടല്ലോ അധികം കാര്യമായിട്ട് ഒന്നുമില്ല ഇതന്നെ ആളെ മീശ നോക്കിയേ കൊമ്പ മീശ मोड़ क्या रोला हुआ है ये एंट्रेंस है नहीं उधर से है एंट्रेंस एंट्रेंस उधर ही है അവിടെ ഇവിടെയൊക്കെ എന്താ ഇതോടെ ഇത്ര മന്ദിര ഈ സംഭവം നല്ല സൈൻഡ്
ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല രസത്തിൽ കിട്ടും. പക്ഷേ അപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല, അതിനാണ് കമ്പി കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ആരും വന്നിട്ട് പോയി കമ്പി കെട്ടി ഇറക്കാക്കണ്ട. ഇതൊക്കെ തുറന്നിട്ട് ഇതിനൊക്കെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ യാതൊരു രസവും. പക്ഷേ ഇതൊക്കെ ലോക്ക് ചെയ്ത് വെച്ച് കൊടുക്കുക, ഒരു കണ്ടോ സ്ക്രൂ ചെയ്ത് വെച്ച് കൊടുക്കുക കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് വലിയ കയറ്റാട്ടാ. കുറച്ച് നേരം അതിൽ കിടന്ന് കറങ്ങണം. കഴിഞ്ഞിട്ടില്ലേ നോക്കി കറങ്ങി 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 തല കറങ്ങുന്നുണ്ട്. വെയിലില്ലാത്താലും വലിയ കുഴപ്പമില്ല. വെയിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ അത് പറഞ്ഞപ്പോഴേക്ക് വെയിലെത്തി. ഇതിൻ്റെ മുകളിൽ ഇഞ്ഞുണ്ടല്ലോ. ആദ്യം ഇവിടെ പോയി നോക്കാം. ഓ അമ്പോ ഇത് കുഴപ്പനായിട്ടാ വഴി നല്ല സൈഡിൽ പോണ വഴി. ഇവിടെ കുറെ ആൾക്കാർ മുകളിൽ കയറാൻ വേണ്ടി വരി നിൽക്കുന്നുണ്ട്. ഇത് കയറി ഇറങ്ങാനുള്ള വഴിയാവുണ്ട്. നമുക്ക് അപ്പുറത്ത് കൊണ്ട് കയറാം. പോലീസുകാരൊക്കെ ഉണ്ട് മുകളിൽ. മൊത്തമായിട്ടുള്ള വഴിയാവുന്നുണ്ട്. ആളും ഒരു വ്ളോഗറാന്ന് തോന്നുന്നുണ്ട് നമ്മളെ പോലെ. അപ്പം അതിൽ കണ്ട അയ്യോ എൻ്റെ പൊന്നു ഇവിടുന്നുള്ള വ്യൂ നോക്കി ഇതിൻ്റെ അമ്പമ്പോ നോക്കി ജയ്പൂരിൻ്റെ മൊത്തം വ്യൂ. അവിടെ എന്തൊരു സാധനം കാണാണ്ട്, പിന്നെ അവിടെ എന്തൊരു സാധനം കാണാണ്ട്. ഇത് പെട്ടെന്ന് ചോദിച്ചാൽ അതിൽ കയറിയുന്ന സ്റ്റൈൽ എന്തായാലും. ഇതിൻ്റെ ഏറ്റവും അടിയിലാണ് നമ്മൾ അവിടെ നിന്നൊക്കെയാണ് ഇറങ്ങി വന്നത്. അവിടെ കയറിക്കണ നോക്കിയ ആൾ കയറി. അവിടെ കയറുന്നാലും വലിയതൊന്നും ഇല്ല. ജയ്പൂർ മൊത്തം കാണാൻ പറ്റുന്ന കൊണ്ടിട്ടതില്ലേ വേണ്ട. നേരത്തെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അവിടെ നിന്നിട്ടാണ് നേരത്തെ ഫോട്ടോ ഒക്കെ എടുത്തിരുന്ന ഒരാൾ കയറി. ഇത് ആ ഭാഗത്ത് ഭയങ്കര ഷൈ. അവിടെ നോക്കി അതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു പള്ളി കാണണ്ട. അവിടെയൊക്കെ മണ്ണടിച്ചിട്ട് നോക്കി കാണാൻ മാത്രം കൊണ്ടിട്ടാ ശരിക്ക്. ഇപ്പുറത്തോടെ ഒന്ന് റൗണ്ട് അടിച്ച് നോക്കാം. ഇവിടെ നല്ല ഒരു വിധം മൊത്തം എല്ലാ ഭാഗങ്ങളും കാണാനുണ്ട്. കണ്ടില്ലേ ഫുള്ള് 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 കണ്ട. അതെന്താ സംഭവമാണോ അത് നമുക്ക് വലിയൊരു ചവിട്ടോടി കാണാനുണ്ട്. പിന്നെ അതെന്താ ഫോട്ടോ ഉണ്ട് മൊത്തം വലുത്. ആ ഫോട്ടോ എന്ന് വെച്ചാൽ കയറൽ നടക്കില്ല. വേണ്ട അത് ഭയങ്കര വലുതാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ആറ്റത്തേക്കൊക്കെ ഉണ്ട്. അത് അത്രയും വലിയ ഫോട്ടോ ആവുന്നുണ്ട്. അപ്പം നമ്മളെന്ത് ചെയ്യണം? ശ്വാസം കിട്ടാത്ത കാരണം ഇങ്ങനെ വന്നിട്ട് കാണുക. അത് നമുക്ക് പോവുക. ഇതെന്താ പ്രശ്നം വെച്ചാൽ അതിലേക്ക് തന്നെ വേറെ വഴി കണ്ട. അത് നടുക്കി കൂടെ ഇങ്ങനെ ചിന്നിട്ടൊരു വഴി പോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ ഒക്കെ കാണാൻ പോകുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഒന്നാമത് ഇതിൻ്റെ അടിയിൽ സൈക്കിൾ വയ്ക്കാൻ പറ്റില്ല. സൈക്കിൾ സാധനങ്ങൾ മൊത്തം പോകും. ഇവിടെ കുരങ്ങന്മാരുടെ ശല്യങ്ങൾ കൂടുതലാവും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഫോട്ടോയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ഇതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ദിവസം റൂം എടുക്കണം. റൂം എടുത്തു കഴിഞ്ഞാലും പറഞ്ഞു കഴിഞ്ഞാലും രാവിലെ റൂം എടുത്തിട്ട് ഒരു ദിവസം ഇതിന് പോവും. അങ്ങനെ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഒരു ദിവസം നിന്നു. ഇനിയിപ്പോൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു ദിവസം കൂടി. ഇതിപ്പോൾ കയറണം വെച്ച് കഴിഞ്ഞാൽ ഈ വയ്യാത്ത അവസ്ഥയിൽ എന്തായാലും കയറാൻ പറ്റില്ല. അമ്മമാര് വെയില്ല. എന്തായാലും ഞാനൊന്നും അത് കയറുന്നില്ല വിചാരിച്ചിട്ടുണ്ട്. കയറുന്നല്ല കയറില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കണ്ടത് നന്നായി. എന്തായാലും കാണണ്ട. ജയ്പൂർ കണ്ടൊന്നും കാണാണ്ട് പോയി മോശമല്ലേ. ഒരുവിധം മൊത്തം ഏരിയ മൊത്തം കാണാണ്ട് ഇതിൽ. ഹവാ മഹൽ. അങ്ങനെ ഹവാ മഹൽ ഇവിടുന്ന് നല്ല ഇറങ്ങാനുള്ള പരിപാടി നോക്കാം. ടോപ്പിൽ ഇവിടെ കുറേ QR കോഡൊക്കെ ചെയ്തിട്ട് കാണാം. എന്താ സംഭവങ്ങളൊന്നും അറിയില്ല. ഇതെന്തിട്ടത് ഒരു കോണിയോ. അങ്ങനെ ഹവാ മഹലിൻ്റെ ഏറ്റവും ടോപ്പിലത്തിൽ ഒന്ന് കയറി. അവിടെ ചെറിയൊരു ഏണിയുണ്ട്. ആ ഏണി കയറിയിട്ട് വന്നു കഴിഞ്ഞു. ഇത്രയുള്ള കണ്ടില്ലേ വ്യൂ കണ്ടില്ലേ മൊത്തം ജയ്പൂർ ഏകദേശം കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കേട്ടോ. എനിക്കറിയില്ല കേട്ടാ, പറഞ്ഞു കേട്ടിട്ടാണ്. ഒരു ഇതൊക്കെ മൊത്തം ഒരു കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ. അങ്ങനെ ജവാ മഹൽ കണ്ടു കഴിഞ്ഞു. ഇവിടെ ഇറങ്ങാം കേട്ടോ. ശരി. ഇവിടെ കുറച്ചുള്ളൂ കൊണ്ടിട്ടത്. കുറച്ചിങ്ങനെ കാണാണ്ട് ഇതന്നെയുള്ളൂ. നന്നതല്ലേ ചെറിയ കൊത്തുപണികൾ. നല്ല കേട്ടോ. അതൊക്കെ കൊത്തുപണി പറഞ്ഞാൽ എത്ര സമയം എടുക്കാൻ മതി. ഇപ്പോൾ ഇവിടേക്ക് എത്തിയത് നിങ്ങൾ കുറേണ്ട് നോക്കിട്ടത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനൊക്കെ നോക്കി ഒട്ടകം ജാതി ഫിനിഷിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങോട്ട് പോകുന്നത്
മൊഴി കഴിഞ്ഞോ? ആ ഇത് കഴിഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ നേരെ പുറത്തേക്കുള്ള ഭയങ്കര ശല്യ എക്സിറ്റ് നമ്മുടെ മുകളിൽ രസമുണ്ട് കയറി വരണ രസം ഉള്ളിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ പുറത്തെത്തിയിട്ട് കാണാം ബാക്കി. ഓക്കെ, അവിടുത്തെ ഫ്രണ്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഷോപ്പുകളാട്ടാ. എടപ്പം പെടുന്ന ചെരുപ്പുകളാ നോക്കി. എടപ്പം ബേഗിൻ്റെ കടകൾ ഫുള്ള് എതറാവുണ്ട് ഇതൊക്കെ. നല്ല രസമുണ്ട് കാണുമ്പോൾ തന്നെ, നല്ല രസമുണ്ട് കാണുമ്പോൾ തന്നെ. പോയിട്ട് ഓരോന്നും എടുക്കാവുന്നില്ല. ചെരുപ്പുകളോ നോക്കി, നല്ല വെറൈറ്റി ചെരുപ്പുകളാ എനിക്ക്. ഡ്രസ്സുകൾ കുറേ പരിപാടികളൊന്നും ഇല്ല. ഉച്ച ഇനിയിപ്പോൾ റൂമിലേക്ക് പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാൻ നോക്കണം. ഇനി പോയിട്ട് കണ്ടിട്ട് കാണാനൊക്കെ. പടക്കക്കട, പടക്കം നമ്മുടെ രാജസ്ഥാനി മോഡല് കുറേ സാധനങ്ങളുണ്ട്. ജയ്പൂരി സ്പെഷ്യൽ സാധനങ്ങൾ കുറേ ഉണ്ട്. ഓരോ വളകൾ, മാലകൾ, ഒരു ഇതെല്ലാ സാധനവും ഉണ്ട് ഇവിടെ. പിന്നെ എനിക്കിവിടെ കുറേ സ്റ്റോണുകൾ കാണാണ്ട് കണ്ടോ. ഇവിടെ മെയിനായിട്ട് കുറേ സ്ഥലത്ത് വന്നപ്പോൾ കണ്ടാണ് ഈ സ്റ്റോണുകൾ. അങ്ങനെ മെല്ലെ നമുക്ക് പോവാൻ നോക്കാം. അവിടെ നിന്ന് നല്ല വെയിലായി തുടങ്ങി. റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് റൂമൊക്കെ സെറ്റാക്കിയാൽ മതി. റെസ്റ്റ് എടുക്കാൻ വേണ്ടി കാര്യമില്ല. റെസ്റ്റ് എടുക്കാൻ പോയിട്ട് എന്തൊരു ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് റൂമിൽ പോവാം. അതൊന്നും നല്ലത്. പുറത്തേക്കുള്ള വഴിയാട്ടത്. എന്നിട്ടത് എന്തൊരു നിങ്ങളെന്ത് പണ്ടത്തെ എന്തോ ഗാലറികളൊക്കെ ഉണ്ട്. പണ്ടത്തെ കുറേ പണ്ടത്തെ എന്തോ വിഗ്രഹങ്ങൾ കൊത്തിച്ചിട്ടുള്ള എൻ്റെ സംഭവങ്ങളൊക്കെ ആയിട്ടാ. താരാന്തിരി കുറേ സാധനങ്ങളുണ്ടല്ലോ ഇവിടെ. എന്തൊക്കെയുണ്ട് ഇത് കണ്ടില്ല. ഇപ്പം ഒറ്റക്കല്ലിലുള്ള കൊത്തുപണികൾ നമ്മുടെ സൈഡിൽ സംഭവം ഇത്രക്ക് വേണ്ടിയിട്ട് കാണാം. ഇഷ്ടപ്പെട്ടോ? ഇത് നല്ല രസമായിട്ട്. ഇതും കളർഫുള്ളായിട്ട് മോശം പറയാനില്ല. അങ്ങനെ സിറ്റി പാലസിൻ്റെ മുന്നിലാണ് എത്തിയിരിക്കണേ. അവിടെ നിന്ന് നേരെ റൂമിലേക്ക് പോണ വഴിക്ക് നേരെ വന്നിട്ട് സിറ്റി പാലസാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് കയറാൻ വിചാരിച്ചു. എന്തായാലും വന്നതല്ലേ. സംഭവം ഈ കവാടം തന്നെ സൂപ്പറായിട്ട് കിട്ടുക. അവിടെ ഒരു കവാടമുണ്ട്, 2 കവാടമുണ്ട്. കണ്ടില്ലേ രസമായിട്ട് കവാടം. കവാടത്തിൽ നമുക്ക് ചിത്രം വരച്ചിട്ടുള്ളത്. കവാടം പോയിട്ട് കണ്ടിട്ട് വരാം. അല്ല കവാടമല്ല, സിറ്റി പാലസ് ഒന്ന് പോയി കണ്ടിട്ട് വരാം. അങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. ഇന്ത്യൻ ടിക്കറ്റ് എടുത്തിട്ട് വരാം പോയിട്ട്. ഇവിടെ 300 രൂപ ടിക്കറ്റിന്. 300 രൂപ ഞാൻ ഇപ്പോൾ എടുക്കണില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ചിലവും ഫുഡിൻ്റെയും റൂമിൻ്റെ ചിലവും. റൂമിൻ്റെ ഇനിയിപ്പോൾ ഒരു സെക്ഷൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ കൂടിയിട്ടാകുമ്പോഴേ ചിലപ്പോൾ താങ്ങില്ല. 300 രൂപ കൊടുത്തിട്ട് പാലസ് കണ്ട ആവശ്യമില്ലേക്ക്. തൽക്കാലം ഇപ്പോൾ ഇങ്ങനെ കണ്ടില്ലേ. പിന്നെ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് കണ്ടുകൊണ്ട് അപ്പോൾ ഒരാൾക്ക് 300 രൂപ കൊടുത്തിട്ട് തൽക്കാലം ഞാൻ സിറ്റി പാലസ് കാണില്ല എന്ന് വിചാരിച്ചു. കണ്ടില്ലേ പാലസിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നമുക്ക് തൽക്കാലം ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാം. ഗേറ്റ് കവാടത്തിൻ്റെ ഗേറ്റൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്.
മഹാരാജ സായ്മൻ സിംഗ് ടു മ്യൂസിയം ദി സിറ്റി പാലസ് ജയ്പൂർ. സിറ്റി പാലസ് ജയ്പൂരിൻ്റെ ഫ്രണ്ടിലെത്തി. അങ്ങനെ അപ്പോൾ ഇത് ക്യാൻസലാക്കിയിട്ടാ. നമുക്ക് എല്ലാ പാലസും കാശ് കൊടുത്ത് കാണാമെന്ന് കഴിഞ്ഞാൽ അങ്ങനെ നേരം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 2-3 സ്റ്റേറ്റിൽ 2-3 പാലസുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തൽക്കാലം നമുക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, സിറ്റി പാലസിനോട് വിടാം. അങ്ങനെ പിങ്ക് സിറ്റിയിൽ മാർക്കറ്റ് കണ്ടോ. പറക്കുള്ളത് മാർക്കറ്റായിട്ടത് ഗംഭീര പറയും. പമ്പൊക്കെ പോയിട്ട് ഒറ്റടിയാ. ആകെ ഇവിടെ കണ്ടില്ലേ ഫുള്ള് മാർക്കറ്റിന് 5 കളി. നമ്മൾ നേരത്തെ വരുമ്പോൾ ഇവിടെയൊക്കെ കുറവാടന്നു, ചെറുതായിട്ട് തുറന്നിട്ടുള്ളൂ. ഇപ്പം നോക്കിയേ വൈകുന്നേരമൊക്കെ കഴിഞ്ഞാൽ ആദ്യം തിരക്കൗട്ട് ഇവിടെ. വൈകുന്നേരം പറ്റാൻ നോക്കി നടന്നു വരണം. സൈക്കിൾ വന്നിട്ട് കാര്യമില്ല ഇവിടെ. നടന്നു വരാൻ കുറേ നടക്കുന്നുണ്ട്. ഗംഭീര തിരക്ക് ഇവിടെ. രക്ഷയില്ല. എന്നിട്ട് മാൾബറി ഇല്ല, കുറേ സാധനമുണ്ട് കച്ചവടങ്ങൾ. ഫുള്ളി ഓട്ടോറിക്ഷ കണ്ടില്ലേ, ഫുള്ളി ഓട്ടോറിക്ഷ 5 കളിയാണ്. ലോഡ് വണ്ടി കൊണ്ടാണോ സൈക്കിൾ നോക്കി. ആ സൈക്കിൾ മാത്രം എത്ര കിലോ ഉണ്ടാവണോ അല്ലേ. ഫുള്ള് ഡ്രസ്സുകൾ, ഫുൾ സാധനങ്ങളാണ്. അപ്പം നിർത്തി പറഞ്ഞിട്ട് അങ്ങനെ പിങ്ക് സിറ്റി സംഭവം ഇതാണ്. എല്ലാ ബിൽഡിങ്ങും പിങ്കാണ്. പിന്നെ ഒരു ബ്ലൂ സിറ്റി എന്നുള്ള വേറെ എവിടെ കണ്ടിട്ടുണ്ട്. അത് ജോധ്പൂർ അവിടെ ഉണ്ടാണ്. സ്ഥലം അറിയില്ല. സമയം 12:15. നല്ല വെയിലാ. വെയിലത്ത് പിങ്ക് സിറ്റിയുടെ കളർ നോക്കിയിട്ട് ആസ്വദിച്ച് കണ്ടത് അവിടെ. ഒന്നാമത്തെ വയ്യാത്ത പോയിട്ട് റെസ്റ്റ് എടുക്കണം കുറച്ച് നേരം. വൈകുന്നേരം അങ്ങനെ ഇറങ്ങാൻ പറ്റാത്ത കഴിഞ്ഞാൽ നോക്കേണ്ട സാഹചര്യം എങ്ങനെയാണുള്ളത്. രാവിലെ അതിൻ്റെ കൂടെ നിന്ന് പോകാൻ നോക്കണം. നാളെ എങ്ങോട്ട് പോകാന്നുള്ളതൊന്നും തീരുമാനമാക്കണം ആദ്യം. ശരിയാവില്ല. കവാടങ്ങളൊക്കെയാണ് മെയിൻ സാധനങ്ങൾ ഇവിടെ. കവാടം കണ്ടില്ലേ, ജാതി രസാ. കുറെ കാണുന്നുണ്ട് തിന്നാളതൊക്കെ. എന്തൊരു റസ്കാവുണ്ട് കേട്ടോ. ഇതെന്തൊരു സാധനമാണോ, മുറുക്ക് പോലത്തെ നൂഡിൽസാ. चलो चलो ശരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഫുള്ള് ലോഡ് സൈക്കിളുകൾ കുറേ ഉണ്ട് ഇവിടെ. കഴിഞ്ഞ് ബാക്കി ഞാൻ റൂമിൽ പോട്ടെ. ഗംഭീര തിരക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല. റൂമിലെത്തിയിട്ട് ബാക്കി വിശേഷം
ഇവിടെ പോകും വഴിക്ക് ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു, ചപ്പാത്തിയും കറിയൊക്കെ. ഏയ് അങ്ങനെ നോക്കുമ്പോൾ നല്ല ഫുഡൊക്കെ, ഭക്ഷണം ഇതൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചു, വയറൊക്കെ നിറഞ്ഞു. ഭക്ഷണം കണ്ട അവിടെ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും, ആർക്കും വേണമെന്ന് കഴിക്കുക, കാശൊന്നും വേണ്ട, ഫ്രീയാ. ഹായ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി ഇവിടുന്ന് പോകാൻ നോക്കട്ടെ വീണ്ടും. ഇത് നോക്കിയേ, ഓവർ ബ്രിഡ്ജിൻ്റെ അടിഭാഗാട്ടാ, കളർഫുൾ പരിപാടിയാണ്. ഇത് നോക്കിയേ, ജാതി രസമായിട്ട് കളറുകൾ മാറണം നോക്കിക്കോട്ടെ. ഇനി ഫുള്ളിനെ കളറുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണണേ. ശരിക്കും ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി. ആൾക്കാർക്കും രസമാണ്, കാണുന്നവർക്കും രസമാണ്. ഒരു വൈബല്ലേ അല്ലേ? ഇത് എത്ര ദൂരം ഉണ്ടെന്ന് വെച്ചിട്ട് കുറേ ദൂരം ഉണ്ടിട്ടത്. ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ കണ്ടത് ആദ്യം. ഞാൻ ഈ ഡിമാർട്ടിലൊന്ന് വന്നു. ഡിമാർട്ടിൽ വന്നിട്ട് ഒരു ചെറിയൊരു ഫ്ലാസ്ക് വാങ്ങിച്ചു. എന്താണെന്ന് വെച്ചാൽ തൊണ്ടവേന കൂടുതൽ ചായയൊക്കെ ഉണ്ടാക്കിയേക്കണമെങ്കിൽ എത്ര 399 രൂപ ഉണ്ടല്ലോ ഇതിന്. പിന്നെ ചെറിയ പാക്കറ്റ് ബദാം, പിന്നെ ചെറിയ പാക്കറ്റ് മറ്റേ ഈന്തപ്പഴം വാങ്ങിച്ചു. എന്ന് പറഞ്ഞാൽ ശരീരം ഫുള്ള് സീനായി തുടങ്ങിയിട്ടുണ്ട്. തീറ്റ ഈ 3 നേരം ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് ശരീരം ഫുള്ള് പോയി തുടങ്ങി. എനിക്ക് മനസ്സിലായി, ശരീരം പറഞ്ഞു തുടങ്ങി, മോനെ വല്ലതും കഴിച്ചാലങ്ങ സീന. അതുകൊണ്ട് ഞാൻ കൊണ്ടുകൂട്ടാന്നൊക്കെ വിളി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ വേഗം നൈസായിട്ട് ഫുഡിൻ്റെ കാര്യങ്ങൾ മര്യാദയ്ക്ക് നോക്കണം. കഴിക്കണതുള്ളത് പ്രോട്ടീൻ ഉള്ളത് കുറച്ച് വാങ്ങിച്ച് കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ കണ്ട അവിടെ കളർഫുൾ പരിപാടിയാണ്. അപ്പം ശരി, ഞാൻ റൂമിലേക്ക് എത്താൻ നോക്കട്ടെ. അങ്ങനെ റൂമിലെത്തി. വയ്യാണ്ടായി, എളുപ്പമല്ല, ക്ഷീണമുള്ള കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നേരത്തെ വന്ന് കിടക്കണത് കുറച്ച് ആൾക്ക് വന്നിട്ട് എപ്പോൾ വന്ന് കിടക്കണം വിചാരിച്ചിട്ടാണ്. ഒരു 7 മണി വരെ കിടന്ന് ഉറങ്ങി വന്നിട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് അവിടേക്ക് ജവാമഹലൊക്കെ കണ്ടിട്ട് വന്നു. പിന്നെ വന്നിട്ട് കിടന്നതാ. എന്നിട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് നേരത്തൊന്ന് രാത്രി പുറത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വന്നു. കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ നടന്നു, വാങ്ങിച്ചിട്ട് പോന്നു. അങ്ങനെ വീണ്ടും വന്ന് കിടന്നു. അപ്പം ശരിട്ടാ, ഗുഡ് നൈറ്റ്. നാളെ ഈ റൂമിൽ നിന്ന് പോകണം, എന്നാലും ശരിയാവുള്ളൂ. ശരിയാവുള്ളൂ എന്നല്ല, പോകണം, വേറെ ഭാഗമില്ല. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ, ടാറ്റാ, സീ യു.